നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിറ്റീഞ്ഞയുടെ മാജിക് തുടരുകയാണ്. വെഫ ചാമ്പ്യൻസ് ലീഗിൽ നമ്മളത് കണ്ടു. ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിൽ അത് തുടരുന്ന കാഴ്ചയാണ് ഇന്നലത്തെ PSG വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിൽ നമ്മൾ കണ്ടത്. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹം അർഹിച്ചത് തന്നെ. ഒരു ഗോളടിച്ചു. 100-ലധികം ആക്യുറേറ്റ് പാസുകൾ കളി മനോഹരമായിട്ട് അദ്ദേഹം നെയ്തെടുത്തു. വിറ്റീഞ്ഞ അർഹിച്ച പുരസ്കാരം തന്നെയാണ് ഇപ്പോൾ ഫിഫ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിനാണ്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കിയാൽ ഒരു ഗോളുണ്ട്, 2 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തിരുന്നു. 125 ടച്ചസാണ് ബോൾ കൊണ്ട് അദ്ദേഹം നടത്തിയത്. 113 പാസുകളിൽ 111 ലക്ഷ്യത്തിൽ 2 പാസുകളാണ് കൃത്യമായിട്ട് എത്താതെ പോയത്. 98% പാസിംഗ് ആക്യുറസി. 14 ലോങ് പാസുകൾ അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചു. 12 സക്സസ്ഫുള്ളായിരുന്നു. 3 ഡ്രിബിളിംഗ് അറ്റംപ്റ്റ്, 1 സക്സസ്ഫുള്ളായി, 2 ഇൻ്റർസെപ്ഷൻസ്. പൊള്ളിച്ചടുക്കിയ പ്രകടനമാണ് വിറ്റീഞ്ഞ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. തീർച്ചയായിട്ടും വിറ്റീഞ്ഞ വിസ്മയിപ്പിക്കുകയാണ്. ഇപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഡിയേഗോ സിമിയോണിയുടെ ടീമിനെയാണ് തകർത്തിരിക്കുന്നത്. മിനി അർജൻറ്റീന എന്നൊക്കെ ആ ടീമിനെ കുറിച്ച് പറയാറുണ്ട്. ഇന്നലെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലും സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ ആയിട്ട് 4 അർജൻറ്റീനക്കാർ കളിച്ചു. ജയിക്കുമ്പോൾ മിനി അർജൻറ്റീനയും തോൽക്കുമ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡും ആകുന്നതിൽ അർത്ഥമില്ലല്ലോ. ഏതായാലും ഡിയേഗോ സിമിയോണിയുടെ ടീമിനെ തകർത്തങ്ങ് തരിപ്പണമാക്കിയിരിക്കുകയാണ് വിറ്റീഞ്ഞ മാജിക്കിലൂടെ PSG. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.